ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് സാധാരണ നമ്മൾ ചെയ്തു എങ്ങനെയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ പ്ലാൻസ്വിഫ്റ്റിൽ നിന്ന് എക്സലിലോട്ട് ഇൻറ്റഗ്രേഷൻ ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഹൗ മെനി ബ്ലോക്ക് വർക്ക്സ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടെത്തി. അപ്പോൾ ഹൗ മെനി ബ്ലോക്ക് വർക്ക്സ് നമ്മൾ ഫസ്റ്റ് ചെയ്തത് പ്ലാൻസ്വിഫ്റ്റ് കസ്റ്റമൈസേഷനാണ്. ഇന്ന് നമ്മൾ സെക്കൻഡ് ചെയ്യാൻ പോകുന്നത് എക്സൽ കസ്റ്റമൈസേഷനാണ്. സോ നമ്മളെന്ത് ചെയ്യണം, എക്സലിൽ പ്ലാൻസ്വിഫ്റ്റ് ഓപ്പൺ ആക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു, സെറ്റിങ്സിൽ പോയിട്ട് അതിൽ അഡ്വാൻസിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. പ്ലാൻസ്വിഫ്റ്റ് അതിൽ എന്താ പറയുക, നമുക്ക് ഇതാക്കണമല്ലോ, ഓപ്പൺ ആക്കണമല്ലോ. സോ അത് ചെയ്ത ശേഷം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഓൾറെഡി ഒരു എക്സൽ ഫയലുണ്ട്, നമുക്കതിലുള്ള എല്ലാം അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പക്ഷേ എന്താ വെച്ചാൽ ലെങ്ത്ത് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടേബിൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വേറെ പല വാല്യൂസും മാറ്റണമെങ്കിൽ ഒക്കെ നമുക്ക് ഇങ്ങനൊരു ടേബിൾ ഉണ്ടെങ്കിൽ പറ്റും. ഇതാണ് നമ്മുടെ എക്സൽ ഷീറ്റ് എന്ന് പറയുന്നത്. ബ്ലോക്ക് വർക്ക് കാൽക്കുലേഷൻ ഷീറ്റാണ്. അതിൽ നമ്മൾ എക്സ്റ്റീരിയർ വാൾ 200, എക്സ്റ്റീരിയർ വാൾ 100 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ യൂണിറ്റ് ഞാൻ മീറ്ററിലെടുത്തു. മീറ്ററാണല്ലോ നമ്മൾ എടുക്കുന്നത്, ക്യൂബിക് മീറ്ററാണ് അതിൻ്റെ വോളിയത്തിൻ്റെ ഇത്. പിന്നെ നമ്മൾ ബ്ലോക്ക് സൈസ് വോളിയം ഒക്കെ എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, പ്ലാൻസ്വിഫ്റ്റിൽ പോയിട്ട് ഞാൻ കണക്ട് ചെയ്യുകയാണ്. പ്ലാൻസ്വിഫ്റ്റിലോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലാൻസ്വിഫ്റ്റ് ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടേക്ക് ഓഫിൽ പോയിട്ട് അങ്ങനെയും ചെയ്യാം. ഞാൻ ഓൾറെഡി കണക്റ്റഡ് ആണ്, അതോടെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ആ പ്ലാൻസ്വിഫ്റ്റിൽ പോകുമ്പോൾ തന്നെ മുകളിലായിട്ടൊരു ഗ്രീൻ കളറായിട്ടൊരു ഇത് കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. നമുക്കിപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമുക്ക് വേണ്ടത്. സോ ഞാൻ അവിടെ വെച്ചു. എന്നിട്ട് ശേഷം ഞാൻ ലീനിയർ മെഷർമെൻറ്റാണ്, ലെങ്ത് വൈസ് മെഷർമെൻറ്റാണല്ലോ വേണ്ടത്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ വാളിന് 200 നമുക്ക് എവിടെ എന്താണോ വേണ്ടത് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇതുവരെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെയാണ് എക്സലും മറ്റേ പ്ലാൻസ്വിഫ്റ്റ് നമ്മൾ ഇൻറ്റഗ്രേഷൻ നടത്തില്ല, ആ ഒരു മെത്തേഡ് തന്നെയാണ് എന്ത് ചെയ്തത്. ഇതിവിടെ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ജസ്റ്റ് അവിടെ നിന്ന് കഴ്സർ വെച്ചു. അതിന് ശേഷം ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഡിസ്കണക്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് കണക്ഷൻ കൊടുത്തിട്ട് അവിടെ വെക്കണം കേട്ടോ. എവിടെയാണോ നമുക്ക് വാല്യൂ കാണിക്കേണ്ടത് ആ സ്ഥലത്ത് വെക്കണം. ജസ്റ്റ് ലീനിയർ മെഷർമെൻറ്റ്സ് എടുത്തു. അതിൽ നിന്ന് ഇവിടെ നിന്ന് ജസ്റ്റ് കളറൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. നെയിം ഒന്നൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതുവരെയുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ മുന്നേ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ഇതുവരെയുള്ളത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഈ ഒരു ലീനിയർ മെഷർമെൻറ്റ്സിന് ഓക്കെ കൊടുത്താൽ നമുക്ക് ഇതേപോലെ ലീനിയർ മെഷർമെൻറ്റ്സ് എടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ എങ്ങനെയാണോ എടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ലീനിയർ മെഷർമെൻറ്റ്സ് എടുക്കാൻ പറ്റും. സോ ഇതിൽ നിന്ന് ഷിഫ്റ്റ് അമർത്തി പിടിച്ചാൽ നമുക്ക് പെർപെൻഡിക്കുലറായിട്ട് കിട്ടും. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. സോ ഇത് ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഡ്രോ ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് നിങ്ങൾക്കൊന്ന് അതിൻ്റെ വാല്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഞാൻ ഡ്രോ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് നമ്മൾ അവിടെ വെച്ച് കഴ്സർ വെച്ചിട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത സെല്ലുണ്ടല്ലോ, എക്സൽ ഷീറ്റിൽ സെലക്ട് ചെയ്ത സെല്ല്, ആ ഒരു സെല്ലിലായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുക. എക്സൽ ഷീറ്റിൽ എവിടെയാണോ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സെല്ല് അവിടെ ആയിരിക്കും നമുക്ക് ഇത് കിട്ടുക. ജസ്റ്റ് ഒന്ന് ആ ഡിജിറ്റലൈസർ മോൾ കണ്ടില്ലേ, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രീൻ കളർ ആണെങ്കിൽ അത് ജസ്റ്റ് നമ്മളത് ഓഫാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ റെഡ് കളർ ആകുമ്പോൾ അത് ആ ഒരു ഇത് തന്നെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. കണ്ടിന്യൂഷൻ പല മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂ വിത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ഗ്രീൻ ഒന്ന് ജസ്റ്റ് മാറ്റിയാലും കൊടുക്കാം. അതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഞാൻ അതെന്ത് ചെയ്തു, ഒന്ന് എക്സിറ്റ് കൊടുത്തു, എസ്കേപ്പ് കൊടുത്തു. അപ്പോൾ അത് പോയി. ഇനി നമുക്ക് എന്താ വേണ്ടത്, അതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാൾ 200 പറയുന്നത് ലെങ്ത് വൈസ് 31.13 ആണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഷോ ലെജൻഡ് എടുക്കാം, അല്ലെങ്കിൽ ലേബൽ കൊടുക്കാം. അതെന്താണ് ഷോ ലെജൻഡ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ ലെജൻഡ് ഇടാം, ഷോ ലെജൻഡ് അത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് തന്നെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കാണിക്കും 31.13 ആണ് വാൾ 200ൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കണ്ടോ ലേബൽ,
ആ ഒരു ലേബലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ലേബലായിട്ടും കാണിക്കും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ആ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സോ ഇനി നമുക്ക് എന്താ അറിയേണ്ടത്, എക്സലിൽ എന്താ വാല്യൂ വന്നിട്ടുള്ളത്. വി ക്യാൻ സീ ഹിയർ ലെങ്ത്ത് ആ ഒരു 31.13 ഇവിടെയും വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വോളിയത്തിൻ്റെ അതെങ്ങനെ ചെയ്യാം, പ്രൊഡക്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ലെങ്ത്തിൻ്റെ വിഡ്ത്തിൻ്റെ ഹൈറ്റ് ആ ഒരു പ്രൊഡക്റ്റ് എടുത്തു. ദെൻ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റഡ് ആയിട്ടുള്ള വാല്യൂസാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. സോ ഇത് അറിയണത് ഞാൻ എക്സ്റ്റീരിയർ വാൾ 200 മാത്രമേ എടുത്തിട്ടുള്ളൂ. ദെൻ അതിൻ്റെ സമ്മ് ചെയ്തു. ഇതൊക്കെ എന്ന് പറയുന്നത് ലിങ്ക് ചെയ്തിട്ട് വെക്കുക, പരസ്പരം ലിങ്ക് ചെയ്തിട്ട് വെക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു വാല്യൂ മാറ്റുമ്പോൾ ബാക്കിയുള്ള വാല്യൂസും കൂടി മാറ്റിങ്ങാണ്ട് ചിലപ്പോൾ ആകെ ഒരു എന്താ പറയുക, റോങ് എറർ വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് റോങ് ആയിട്ടുള്ള ആൻസറിന് പകരമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ മാറ്റി കൊടുക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ മാറുന്ന രീതി തന്നെ നമുക്ക് ലിങ്ക് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ ഏതെങ്കിലും ഇപ്പോൾ ലെങ്ത്തോ വിഡ്ത്തോ അല്ലെങ്കിൽ ഹൈറ്റോ ഈവൻ ഏതെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ തന്നെ ടോട്ടൽ വോളിയവും അതേപോലെ തന്നെ ആ കൗണ്ടും നമ്പർ ഓഫ് ബ്ലോക്സിലെ കൗണ്ടില്ലേ, ടോട്ടൽ കൗണ്ട്, അത് ആ ഒരു ഇത് മാറും. മനസ്സിലായില്ലേ? അപ്പോൾ ഈച്ച് ബ്ലോക്ക് ഇത് ഞാൻ സാധാ ഇക്വേഷൻ ഇട്ട് സോൾവ് ചെയ്യുകയാണ്. നമുക്ക് ലെങ്ത്ത് കിട്ടിയാൽ ടോട്ടൽ വോളിയം കിട്ടും. ദെൻ എന്ത് ചെയ്യാം, ആ ഈച്ച് ബ്ലോക്ക് വിത്ത് മോട്ടാറിൻ്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ വോളിയം കിട്ടി. എന്താണ് പിന്നെ ഇക്വേഷൻ, ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ എന്താണ് ഒരു ബ്ലോക്കിൻ്റെ മോട്ടോർ. ആ ഒരു ഇക്വേഷൻ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷനെ കണ്ടോ, ഒരു റെഡിലും അതേപോലെ തന്നെ ഇപ്പോൾ ടോട്ടൽ വോളിയം കണ്ടില്ലേ. അത് ജസ്റ്റ് ഒന്ന് ഞാൻ യൂണിറ്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. യൂണിറ്റ് റോങ് ആണ്. EAയോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. EA എന്നാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്പേഴ്സോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണത് അതുപോലെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയല്ല, ബാക്കിയുള്ള ഷീറ്റ്സിലൊക്കെ എങ്ങനെയാണോ അതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇതേപോലെ എന്താ പറയുക, സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് പറഞ്ഞത് ഈ ഒരു ലെങ്ത്ത് മാത്രമാണ് നമ്മളെന്ത് ചെയ്തത്, പ്ലാൻസ്വിഫ്റ്റിൽ നിന്ന് ഡയറക്റ്റ് എടുത്തത്. ബാക്കിയുള്ളത് ഹൈറ്റൊക്കെ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിരുന്നു. വേണമെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം, ഷീറ്റിൽ അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഇതേപോലെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താലും മതി. ദെൻ ഇതേപോലെ നമുക്ക് വോളിയം മാറ്റി കൊടുക്കുമ്പോൾ ഹൈറ്റ് മാറ്റി കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വോളിയം മാറും. മാത്രമല്ല എന്ത് ചെയ്യാം, ബാക്കിയുള്ളതെല്ലാം മാറും. ഈ ഒരു വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് കണ്ടില്ലേ, താഴെയുള്ള എല്ലാ ടോട്ടൽ വാല്യൂ മാറും. നമ്പർ ഓഫ് ബ്ലോക്സ് അത് മാറും. പരസ്പരം ലിങ്ക് ചെയ്തിട്ടിടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു വാല്യൂ മാറ്റി കൊടുത്താൽ മതി. ആ ഓൾ ഇക്വേഷൻസിൽ നമ്മളൊന്നും ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ആയി വരും. സോ പ്ലാൻസ്വിഫ്റ്റ് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാതെ എങ്ങനെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ആ റെഡ് കളറിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഇതാക്കിയാലും മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ആ വാല്യൂസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഈ ഒരു വാല്യൂസ് ആ മുകളിലുള്ള ഹൈറ്റ് എന്നുള്ളത് കുറച്ചൊന്ന് മാറ്റി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇങ്ങനെ ലിങ്ക് ചെയ്തിടുന്നതിൻ്റെ ബെനിഫിറ്റായിട്ടോ ഞാൻ പറഞ്ഞത്. കാരണം സെപ്പറേറ്റ് ഇതിപ്പോൾ ഓരോന്നിങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ടൈം നമുക്ക് വെറുതെ പോകും. അപ്പോൾ ടൈമും നമുക്ക് ലാഭിക്കാം. അതേപോലെ തന്നെ എറർ വരുന്നത് കുറക്കാനും നമുക്ക് പരസ്പരം ഓരോ കോളങ്ങളും ലിങ്ക് ചെയ്തിടുന്നത് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒക്കെ കുറച്ചുകൂടി ഇതിലേറെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് ഇതിലോട്ട് വരിക. സോ ഇതാണ് എക്സൽ കസ്റ്റമൈസേഷൻ. നമുക്ക് ഓൾറെഡി ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ ആ ഷീറ്റിലെ വാല്യൂസ് നമുക്ക് പ്ലാൻസ്വിഫ്റ്റ് ഉപയോഗിച്ചിട്ട് പ്ലാൻസ്വിഫ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ലെങ്ത്തോ അല്ലെങ്കിൽ ഹൈറ്റോ എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സാധാ കാൽക്കുലേഷൻസ് തന്നെയാണ്. ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ഈച്ച് ഓഫ് ദ ബ്ലോക്ക് സൈസ്. ഇത് കണ്ടോ, അപ്പോൾ ഞാൻ 4 മാറ്റി കൊടുത്തപ്പോൾ ഓൾറെഡി ഇവിടെ ടോട്ടലിൽ മാറ്റം വന്നു. ഇപ്പോൾ ഇത് പറയുന്നത് പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.